കാറ്റത്തെ കിളികൂടിൻ്റെ മറ്റൊരു നാട് അടിപൊളി പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷും സുധീഷും ഒക്കെ എല്ലാവരെയും പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് അവസാനം അവർ വീണ്ടും പെണ്ണ് കാണാൻ പോവാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് സുഭാഷിനെ ഒരുക്കുകയാണ്. ഇപ്പോൾ സുഭാഷും വളരെ ഹാപ്പിയാണ് കേട്ടോ. ഈ സമയത്ത് സുധീഷാണെങ്കിൽ ഒരു കോൾ വന്നിട്ട് പുറത്ത് പോവുകയാണ് കേട്ടോ. അങ്ങനെ പുറത്ത് പോയി സംസാരിച്ചിട്ട് തിരിയുമ്പോഴാണെങ്കിൽ അച്ഛനും ഒന്നും മിണ്ടാണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ സുധീഷ് പോയിട്ട് പറയുകയാണ്, ഇനി എന്തിനാണ് ഇവിടെ തന്നെ ഇങ്ങനെ കുറ്റിയടിച്ചിരിക്കുന്നത്, നിങ്ങൾക്കൊന്ന് കുളിച്ച് റെഡിയായിട്ട് ഞങ്ങളുടെ കൂടെ വന്നൂടെ എന്ന് ചോദിക്കണം കേട്ടോ. അപ്പം അച്ഛൻ പറയാണ്, എന്നെ അമ്മിക്കല്ലെടുത്തിട്ട് കൊല്ലാൻ നടക്കുമല്ലേ, പിന്നെ ഞാനെന്തിനാണ് കൂടെ വരുന്നത്. സുധീഷ് പറയാണ്, അത് നിങ്ങൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഞങ്ങൾ ഇത്രയും നാളായിട്ടത് ചെയ്തില്ലല്ലോ, നിങ്ങൾ വേഗം ചെന്ന് റെഡിയായിട്ട് വരാൻ നോക്ക്. എന്നാലും അവിടെ വന്നിട്ട് നിങ്ങൾ വാ തുറക്കണ്ട, പറയാനുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം, നിങ്ങൾ അച്ഛൻ്റെ സ്ഥാനത്ത് വന്ന് ഇരുന്നാൽ മതി എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും റെഡിയായിട്ട് പെണ്ണ് കാണാൻ പോവുകയാണേ. ഇവിടെ നിധിയെ കാണാനും ചെക്കനും കൂട്ടരും എത്തുവാണ് കേട്ടോ. അപ്പോൾ നിധിയുടെ അമ്മയാണെങ്കിൽ അവളെ വിളിക്കാനായിട്ട് അവളുടെ മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നിധി പറയുന്നൊന്നും അവളുടെ അമ്മ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അവർ സ്വർണ്ണമൊക്കെ കുറഞ്ഞു പോയി, കുറച്ചുകൂടി സ്വർണ്ണം ഇടായിരുന്നില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിധിയുടെ ഏട്ടത്തെയാണ് അമ്മയെ കൺവിൻസ് ചെയ്യുന്നത്. ഇതൊക്കെ മതി അമ്മ, ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധിയുടെ അമ്മയാണെങ്കിൽ ഏട്ടത്തിയോട് കോഫി റെഡിയാക്കാൻ പറയണം. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഞാൻ അവർക്ക് കോഫിയൊന്നും കൊടുക്കില്ല, അതിനൊന്നും നിങ്ങൾ എന്നെ എക്സ്പെക്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത്, എനിക്ക് വിവാഹം വേണ്ടെന്ന് അവൾ ആവർത്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നിധിയുടെ അമ്മ അതൊന്നും കേൾക്കാൻ തയ്യാറാവാണ്ട് കോഫിയൊക്കെ അവളുടെ കൈ കൊടുത്തിട്ട് അവളെയും കൂട്ടി ചെക്കൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. മറുഭാഗത്ത് സുഭാഷിൻ്റെ വീട്ടുകാരെയും ബ്രോക്കർ പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ പെണ്ണും വീട്ടുകാർക്ക്. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനിടയിൽ പെണ്ണിൻ്റെ ഒരു ബന്ധു ചോദിക്കണം, അല്ല പെണ്ണ് കാണാനായിട്ട് നിങ്ങൾ ആണുങ്ങൾ മാത്രമേ വന്നുള്ളൂ, ആ വീട്ടിൽ നിന്ന് എന്താ പെണ്ണുങ്ങളാരും വരാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്താ പറയേണ്ടതെന്നുണ്ട്. അപ്പോൾ ഇവർ സുധീഷാണെങ്കിൽ പറയണം, അത് ഞങ്ങൾക്ക് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് എല്ലാവരെയും കൂട്ടി വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വീട്ടുകാർ മാത്രമായിട്ട് വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛനും അതാ നല്ലതെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ആ ബന്ധുവാണെങ്കിൽ വീണ്ടും ചോദിക്കുകയാണ് അവരോട്, അല്ല നിങ്ങൾ 5 ആണുങ്ങൾ മാത്രമുള്ള വീട്ടിലേക്കാണോ അപ്പോൾ നമ്മൾ ഞങ്ങളുടെ പെണ്ണിനെ പറഞ്ഞയക്കേണ്ടത്, നിങ്ങൾ 5 ആണുങ്ങൾക്കും ഞങ്ങളുടെ കൊച്ചാണോ പാചകമൊക്കെ ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയാണ്, അയ്യോ അതൊന്നും വേണ്ട, ആ വീട്ടിൽ ഞാൻ തന്നെയാണ് പാചകമൊക്കെ, ഞാൻ നന്നായിട്ട് പാചകം ചെയ്യുമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ പറയണ, എൻ്റെ മോള് നന്നായിട്ട് പാചകം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പെണ്ണ് വരുമ്പോഴത്തേക്ക് സുഭാഷിനാണെങ്കിൽ പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ട്. പെണ്ണ് കോഫിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, കോഫിയും വടയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കോഫി വടയൊക്കെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടിരിക്കുക. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അല്ല ഇതെന്താ എല്ലാവരും ചായയൊന്നും കുടിക്കാണ്ട് കയ്യിൽ തന്നെ വെച്ചിട്ടിരിക്കുന്ന, നിങ്ങൾക്കുള്ളതല്ലേ, നിങ്ങൾ അതൊക്കെ എടുത്ത് കഴിക്കുമെന്ന് പറയണം കേട്ടോ. അങ്ങനെ എല്ലാവരും സ്നാക്സ് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. സുഭാഷും സ്നാക്സ് എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ബ്രോക്കർ സുഭാഷിനോട് പറയുന്നുണ്ട്, വന്നപ്പോൾ മുതൽ തല കുണിച്ചിരിക്കുകയാണല്ലോ, നീ ഒന്ന് തലപൊക്കി ആ പെണ്ണിനെ നോക്ക് സുഭാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് സുഭാഷ് പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സുഭാഷിൻ്റെ മുഖവും മാറുകയാണ് കേട്ടോ. ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, അയ്യോ എന്ത് പറ്റി മോനെ, പെട്ടെന്ന് മുഖം മാറിയല്ലോ, സ്നാക്സ് ഇഷ്ടമായില്ലേ. അപ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, അല്ല ഇതാരാ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, വട കൊള്ളാം, നല്ല ചൂടുണ്ട്, ഇപ്പോൾ ഉണ്ടാക്കിയതാണല്ലേ, പക്ഷേ എണ്ണ നല്ലപോലെ മൂത്തതിന് ശേഷം ഇട്ടതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു ടേസ്റ്റ് വന്നതെന്ന്. ഇത് കേട്ടപ്പോഴത്തേക്ക് സുധീഷാണെങ്കിലും കയ്യിലിരുന്ന ചായക്കപ്പും അതുപോലെ സ്നാക്സും ഒക്കെ ടേബിളിൽ അതുപോലെ തന്നെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അച്ഛനും ആണെങ്കിൽ ഇവനിത് എന്താ ഈ കാണിച്ച് കൂട്ടുന്നതെന്നുള്ള രീതിയിൽ പാതി കടിച്ച് ആ ചന്ദ്രലേഖ പോലെ ആക്കി വെച്ച് ആ വടയും കയ്യിൽ പിടിച്ചങ്ങനെ ഇരിക്കുക കേട്ടോ. നല്ല രസമുള്ള സീനാണ് കേട്ടോ. അപ്പോഴെങ്കിലും സുഭാഷ് എണീച്ചിട്ട് പറയണം, കിച്ചൺ എവിടെയാന്ന് കാണിച്ചു തന്നാൽ വട എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ പെണ്ണാണെങ്കിൽ നിൽക്കുക, പെണ്ണ് കാണാൻ വന്നിട്ട് ഇയാൾ എന്നോട് കിച്ചൺ എവിടെയാണ് വട എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെയാണല്ലോ ചോദിക്കുന്നതെന്നുള്ള ഭാവത്തിൽ പെണ്ണെങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ പെണ്ണും വീട്ടുകാർ ഇത് നോക്കുന്നുണ്ട്, ഈ ചെക്കൻ ഇതെന്തൊക്കെയാണ് പറയുന്നതെന്ന്. അനിയന്മാരാണെങ്കിൽ അയ്യോ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി, ഇത് മുടങ്ങി എന്നുള്ള പേടിയിൽ അങ്ങ് ഇരിക്കുക. അപ്പോൾ സുഭാഷ് ആണെങ്കിൽ പെണ്ണിനെ കൂട്ടിയിട്ട് കിച്ചണിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ അമ്മയും അനിയത്തിയും കൂടി കിച്ചണിലോട്ട് പോകുന്നുണ്ട്. സുഭാഷാണെങ്കിൽ അവിടെ ചെന്നിട്ട് മാവൊക്കെ എടുത്തിട്ട് ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് വടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വട ഉണ്ടാക്കുന്ന സമയത്ത് സുഭാഷ് പറയണം, എൻ്റെ അനിയന്മാർക്ക് ഭക്ഷണം കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്, എനിക്കാണെങ്കിൽ പാചകം ചെയ്യാനും, ഞാൻ എല്ലാം നന്നായിട്ട് പാചകം ചെയ്യും കേട്ടോ, അങ്ങോട്ടേക്ക് വന്നാൽ ഒന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല, എല്ലാം ഞാൻ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുഭാഷാണെങ്കിൽ വളരെ ഇന്നസെൻ്റായിട്ടൊക്കെ സംസാരിക്കും. അങ്ങനെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് പെണ്ണിന് സുഭാഷിനെ ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പെണ്ണിൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ സുഭാഷിനെ ബോധിച്ച മട്ടാണ്. അങ്ങനെ സുഭാഷും വീട്ടുകാരും ഒക്കെ അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളുമായിട്ട് സംസാരിക്കുക, ഞങ്ങളെ ബന്ധുക്കളുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് സുഭാഷ് പെണ്ണിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെണ്ണും ഇഷ്ടത്തോടെ സുഭാഷിനെ നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവരവിടുന്ന്
തിരിച്ച് വരുവാണ്. ഇതേ സമയത്ത് നിധിയാണെങ്കിൽ ചെക്കൻ്റെ മുന്നിലേക്ക് കോഫിയായിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് നിധിയുടെ അമ്മയാണെങ്കിൽ നിധിയോട് കോഫി എല്ലാവർക്കും കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിധി പറ്റില്ലെന്ന് ആദ്യം പറയുന്നുണ്ടെങ്കിലും എല്ലാവരുടെ മുമ്പിലും വെച്ചിട്ട് അമ്മയെ ഇൻസൾട്ട് ചെയ്തതുപോലെ ആവുമെന്ന് കരുതിയിട്ട് കോഫി കൊടുക്കുന്നുണ്ട്. കോഫി കൊടുത്തിട്ട് നിധിയാണെങ്കിൽ മാറി നിൽക്കുമ്പോൾ ചെക്കൻ നിധിയെ നോക്കുന്നുണ്ട് കേട്ടോ. നോക്കിയിട്ട് ചെക്കൻ്റെ അമ്മയോട് പറയണം, അല്ല പെണ്ണിന് എത്ര ഹൈറ്റ് പോരല്ലോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്തായാലും പെണ്ണ് കാണാൻ കൊള്ളാമല്ലോ. അപ്പോൾ നിധിയുടെ അച്ഛൻ ഇത് ശ്രദ്ധിച്ചിട്ട് ചോദിക്കണം, അല്ല എന്ത് പറ്റി, മോൻ എന്തോ അമ്മയോട് കമൻറ്റ് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അമ്മ പറയണം, അവൻ പറയാം പെണ്ണിന് ഹൈറ്റ് പോരാന്ന്. അപ്പം ഞാൻ പറഞ്ഞു പെണ്ണ് സുന്ദരിയാണ്, അത് ശരിയല്ലേ എന്ന് പറയുമ്പോൾ നിധിക്കത് വല്ലാതെ ഇൻസൾട്ട് ആയതുപോലെ തോന്നുന്നുണ്ട്. പക്ഷേ എല്ലാവരും അതൊരു തമാശ എന്നോളം ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധിയും ആ ചെക്കനും കൂട്ടിയിട്ട് തനിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. ആ ചെക്കനാണെങ്കിൽ കുറച്ച് നേരം മിണ്ടാന്നിട്ട് നിധിയോട് ചോദിക്കുകയാണ്, അല്ല ഏത് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ നിധി കോളേജിൻ്റെ പേര് പറയുന്നത് കേട്ടോ. അപ്പോൾ ചെക്കനാണെങ്കിൽ എനിക്ക് ആ കോളേജിനെ കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ആ ചെക്കനാണെങ്കിൽ പറയാണ്, ഞാൻ ജനിച്ചത് ഇവിടെയൊക്കെ തന്നെയാണ്, പക്ഷേ വളർന്നത് പല സിറ്റികളിലുമായിട്ടാണ്. എനിക്ക് ഈ സ്ഥലം തീരെ ഇഷ്ടമില്ല, ഇവിടുത്തെ പൊല്യൂഷൻ, ഇവിടുത്തെ ട്രാഫിക്ക്. അപ്പോൾ നിധിയാണെങ്കിൽ ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ പൊല്യൂഷനും ട്രാഫിക്കൊക്കെ. ചെക്കൻ പറയാം, ഞാൻ ഈ സ്പോട്ടിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഈ സിറ്റി എനിക്കിഷ്ടമല്ല. പക്ഷെ നിധി സൈലൻ്റായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ചെക്കൻ ചോദിക്കുകയാണ്, ഇത്രയും നേരമായി ഞാൻ സംസാരിക്കുന്നില്ലേ, നിധി ഒന്നും പറഞ്ഞില്ലല്ലോ, എനിക്കിങ്ങനെ സൈലൻ്റായിട്ടുള്ള പെൺകുട്ടികളൊന്നും അത്ര ഇഷ്ടമല്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ നിധിയാണെങ്കിൽ ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് പറയാണ്, ഇന്ന് എൻ്റെ കോളേജിൽ ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു, എനിക്ക് റാങ്ക് കിട്ടിയായിരുന്നു. അപ്പോൾ പറയണം, ആ ചെറിയ കോളേജിലോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, യൂണിവേഴ്സിറ്റി ലെവലാണ്, എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി. അപ്പോൾ ആ ചെക്കനാണെങ്കിൽ നിധിയെ കളിയാക്കണം കേട്ടോ. പറയണ ഗോൾഡ് മെഡൽ വാങ്ങിയത് കൊണ്ടൊന്നും വിദേശത്ത് പോകാൻ പറ്റത്തില്ല കേട്ടോ, അതിന് എക്സാംസ് എഴുതണം, എക്സാംസ്. ഞാൻ ആ എക്സാംസ് ഒരൊറ്റ പ്രാവശ്യം എഴുതി ക്ലിയർ ചെയ്തു, ഞാൻ വളരെ ടാലൻറ്റഡാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചെക്കനാണെങ്കിൽ ചെക്കനെ കുറിച്ച് തന്നെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുകയാണ് കേട്ടോ. ഒരുപാട് നേരം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നിധിയൊക്കെ ആണെങ്കിൽ ആകെ ബോറും അടിക്കുന്നുണ്ട്, അവർക്ക് ദേഷ്യവും വരുന്നുണ്ട്.